ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കടലുണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ചെറിയൊരു ബോട്ടൊക്കെ ആയിട്ടുള്ള ഒരു കടലുണ്ടി, എന്താ പറയുക, ഈ ഒരു കണ്ടൽക്കാടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെറിയൊരു ബോട്ടിൻ്റെ ചെറിയ റൈഡൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണത്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നമ്മളാ ഒരു ട്രിപ്പ് പോയി വന്നതിന് ശേഷം നമ്മുടെ കാറിൻ്റെ ഒരു കോലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ കേട്ടോ. ഫുള്ള് ചളി. രാവിലെ മാത്രം ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ റോഡ് ഫുള്ള് ചളി റോഡ് പണിയുടെ ചളി, അങ്ങനെ ആകെ ചളി പിടിച്ചിട്ട് നമ്മുടെ വണ്ടി ഫുൾ അങ്ങനെ അലമ്പാക്കിയാണ് വന്നു നിൽക്കുന്നു. കണ്ടോ, ഫുൾ ടയറിന്റെ അടിയിൽ ഇത് ആ അടിയിലൊക്കെ തോന്നുന്നു ഇതേപോലെ നല്ല കട്ട ചളി കിടക്കുന്നുണ്ട് വണ്ടിയിൽ. ഫുള്ള് ചളിയാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ എല്ലാ സൈഡിലും ചളി. ഇവിടൊക്കെ കണ്ടോ, അലോയൊക്കെ എന്ത് ലംഘി മരുന്ന് സാധനം വെച്ചിട്ടോ. അപ്പൊ ഒക്കെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുമ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിക്ക് പോവാട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിക്ക് പോകുമ്പോൾ സാധാരണ ഇപ്പോൾ പലർക്കും എങ്ങനെയാണ് ഒരു കാറ് നേരെ വണ്ണത്തിൽ വാഷ് ചെയ്യാന്നുള്ളതൊന്നും അറിയില്ല. അവർ ജസ്റ്റ് ഒന്ന് സോപ്പിൻ്റെ വെള്ളം ഒന്ന് പതപ്പിച്ചിട്ട് അങ്ങോട്ട് തേച്ച് മിനുക്കുക ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്ക്രാച്ച് വരും. ഇപ്പോൾ നമ്മുടെ വണ്ടി സെറാമിക് കട്ടാണ്. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു കാർ എങ്ങനെ വാഷ് ചെയ്യാന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നമ്മളെ വണ്ടി ഒരു കാർ വാഷിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ വണ്ടി കാർ വാഷ് ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളെ കാർ വാഷ് ചെയ്യുന്ന അവിടുത്തെ ആ ഒരു വാഷ് ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഇതിനെ പറ്റി അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു കാർ വാഷ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ അയാളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് അതും കൂടി മെയിനായിട്ട് നിങ്ങൾക്കൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ചില അറിവ് പോലെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കൂടിയും ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഒരു കാർ വാഷിൻ്റെ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ കൂടെ പോയിരുന്നത് അനിയനാട്ടോ. ഓനിപ്പോൾ എന്താ പറയുക, +2 എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പണിക്കൊന്നും പോവാതെ അവിടെ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അവിടെ വെച്ചിട്ട് കാണാം. ബൂം ഗൈസ്, അങ്ങനെ നമ്മൾ കാർ വാഷ് ചെയ്യുന്ന ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മളൊരു ഷോപ്പിൽ പോയിട്ടുണ്ട്, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കാർ വാഷ് ഹൗസ് എന്നട്ട പേര്. ഇതിപ്പോൾ അവർ പുതുക്കിയതാ തോന്നുന്നു. ഭായിമാരല്ലോ, എങ്ങനെ പറയും, ഹിന്ദി അറിയില്ല. ബായ് കൊച്ചു ബായ് വരുന്നുണ്ട്. हिंदी नहीं मालूम भाई। भैया कार वाश कितना? अजय भाई किधर है? घर में है। अच्छा, നമ്മക്ക് എന്ത് ഹിന്ദി മാലു. നേപ്പാളിക്കും ഡൽഹിക്കൊക്കെ പോയോണ്ട് കുറച്ച് കിതറയും കുറച്ച് കഹാസയും അറിയാം. മഴ പെയ്തു. ഇനിയിപ്പോൾ കാറ് വാഷ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവിടെ ഇടല്ലേ, അയാൾ കൊണ്ടേക്കോളും. കിണറിലെ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നു. കിണറിലെ വെള്ളം കുഴൽക്കിണറാണോ? അതവിടെ കിണറ്. വെള്ളം ഉണ്ടോ ശരിക്കും? എന്താ വെച്ചിട്ടാ അവിടെ ഓരിങ്ങനെ കിണറിലെ വെള്ളം എന്ന് എഴുതി വെച്ചൊക്കെ കാരണം എന്താ വെച്ചിട്ടാ, ഈ കുഴൽക്കിണറത്തെ വെള്ളം കൊണ്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വണ്ടി കഴുകൽ കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഡോട്ട് വരും. എൻ്റെ വീട്ടിൽ കിണറില്ല, അത് കുഴൽക്കിണറാണ്. ചില ടൈമിൽ അതിൻ്റെ ഗ്ലാസിൻ്റെ അവിടെ ഉണ്ടാവില്ല. എന്നിട്ട് അപ്പുറത്തെ പേരെന്ന് കിണറ്റിൽ നിന്ന് കോരിയിട്ട് വന്നിട്ട് ഒഴിക്കല. നല്ല പണിയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ചിലയിടത്ത് കുഴൽക്കിണറാക്കാര്. അത് സാധാരണ നമ്മൾ വണ്ടി കഴുകുമ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ കഴുകാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി ഒരു വണ്ടി ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ആദ്യം നമ്മൾ മഴയത്ത് ഇവിടെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി അവിടെ ഇട്ടുണ്ട് കേട്ടോ. അവർ അതിൻ്റെ ഉള്ളിലത്തെ പൊടി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ വാക്കുണ്ടല്ലോ, ആ സാധനം വെച്ചിട്ട് പൊടിയൊക്കെ വലിച്ചെടുക്കുക. ഇന്നലത്തെ ട്രിപ്പിന് ഉണ്ടായ ചളിയായിട്ട് ഈ കാണുന്നത്. ഫുള്ള് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടാവൂല, പുഷ് ബട്ടനാണ്. ആ
എവിടെല്ലേ വരാ? ആസാമല്ലേ? അടിപൊളി ഫുട്ബോൾ പ്ലേയേഴ്സാ. പ്ലെയറാ. പിന്നെന്താ ഇങ്ങോട്ട് വന്ന് അവസ്ഥക്കാരല്ലേ? എന്താ ബൈക്ക് ബൈക്കില്ലേ? ഇത് ഈ സാധനം മേലക്ക് ഹൈറ്റിക്ക് പൊന്തണതാ? അല്ലല്ല, അതെന്താ വെച്ചാലേ നമ്മളിപ്പോ ഈ അണ്ടർ ചാസി കഴുകുന്നത് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. എന്നുവെച്ചാല് പൊന്തിക്കുന്ന മെഷീൻസിന് ഇപ്പൊ പല പ്രശ്നം പറയുന്നുണ്ട്. ചിലർ അലൈൻമെന്റ് ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന ആളുടെ ഫോക്കസ് പോലെ ഇരിക്കും. മൂപ്പര് ചിലപ്പോ വല്ല ഇപ്പൊ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ റിസ്ക് ആണ്. ഇതാകുമ്പോൾ വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഈ അവിടുന്ന് ആ തല മുതൽക്ക് ഈ തല വരെ കംപ്ലീറ്റ് അത് അത്രയും ഹൈ പ്രഷർ 7.5 HP മോട്ടറിൽ നിന്നാണ് വെള്ളം വരുന്നത്. അത്ര അണ്ടർ ചാസി നല്ല ക്ലീൻ ആവും. ഇത് ഡെമോ കാണിക്ക. വേറെ എന്താ ക്വസ്റ്റ്യൻസ്? ഈ കാറ് വാഷ് ചെയ്യുന്നതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത്? അതായത് ഫസ്റ്റ് നമ്മൾ വാക്വം ചെയ്യും. വാക്വം ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ മാക്സിമം ആ സീറ്റ്സും ആ ഇന്റീരിയർ ഡീറ്റെയിലിംഗ് ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഡേർട്ട് ഉണ്ടാവും. അതായത് അണ്ടർ ചാസിയിലുള്ള ഡേർട്ട്, പിന്നെ ടയറുമുള്ള ഡേർട്ട്. അപ്പോൾ അതേപോലെ മെയിനായിട്ട് ഡേർട്ട് മാക്സിമം ഫസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോഡി പെയിന്റ് ഭാഗത്തേക്ക് വരുള്ളൂ. പെയിന്റ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ നമ്മൾ മൊത്തം ഫോം ചെയ്യുക. ഫോം ചെയ്തിട്ട് ഒരു 50 seconds വെയിറ്റ് ചെയ്ത് 1 minute വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലും. അത് സാധാ നമ്മൾ കാർ വാഷും പിന്നെ ഫോമിന് യൂസ് ചെയ്യുന്ന ഷാമ്പു നല്ല വ്യത്യാസമുണ്ട്. ഫോം എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ നമ്മൾ ഫോമിങ്ങിന് നമ്മുടെ നോർമൽ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫോം ആവൂല. അപ്പൊ ഇതിനായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു ഫോം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. അപ്പൊ ഈ ഫോം അവിടെ കുറെ നേരം ഇട്ട് കഴിഞ്ഞാൽ മറ്റേ വൈറ്റിന്റെ ഇത് വരൂലേ? അതെ, അതായത് മറ്റേ നമ്മൾ കൈകൊണ്ട് ആക്കുന്നതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ എന്ന് വെച്ചാൽ ആ 50 seconds അതുകൊണ്ടേ പറയാം. അതായത് നമ്മൾ കൈകൊണ്ടാക്കിയിട്ടുള്ള പഴയ ഡിറ്റർജൻസ് ഒന്നല്ല ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഡിറ്റർജൻസ് പറഞ്ഞാൽ ഫോം വാഷിങ്ങിനായിട്ട് വരുന്നതാണ്. അപ്പോൾ 1 minute എന്ന് പറഞ്ഞതാണ് ഒരു 50 seconds നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും ആ ഡർട്ട് ഒന്ന് ഇളകും. എന്നിട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് നല്ല അജിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇതൊക്കെ ഇളകി അത് കളയാന്നുള്ളതാണ് അതിന്റെ ഒരു മെത്തഡ്. ഈ മെഷീന്റെ വാട്ടറിന്റെ സ്പീഡിന് എന്തെങ്കിലും ഇതുണ്ടോ, കണക്കെന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ ബാർ കണക്കാണ്. അതായത് ഇത്ര ബാർ പ്രഷർ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോ മെയിനായിട്ട് ഈ ഡർട്ടൊക്കെ കളയുന്നത് നല്ല ഹൈ പ്രഷർ. അതിലാണ് ഈ സൈഡിൽ നിന്നുള്ള നമ്മൾ കുറച്ച് ഹൈ പ്രഷർ ഈ പറഞ്ഞ പോലെ 7.5 HP പമ്പ് വരുന്ന പ്രഷറാണ്. പിന്നെ നമ്മൾ ഇവിടേക്ക് നമ്മൾ ഫോം വാഷ് ചെയ്യുമ്പോൾ അത്ര തന്നെ ഹൈ പ്രഷർ ആവില്ല, കാരണം പെയിന്റ് ആണ്. അപ്പൊ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗണ്ണാണ് നമ്മൾ ഈ സൈഡ് യൂസ് ചെയ്യുന്നത്. മറ്റേ ക്ലോത്തിലും അതെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല എല്ലാം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഉണ്ടല്ലോ നോക്കിയാൽ ഞാൻ അറിയാം ഒക്കെ നമ്മുടെ ആ ഒരു ടൈപ്പ് കോട്ടൺ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ ഇതാണ്. നമ്മളെ ബോഡി കഴുകാനായിട്ട് ഒരു ടൈപ്പ് തുണിയാണ്, ഞാൻ കാണിച്ചു തരാം. അതേപോലെ പിന്നെ ഫുള്ള് ഡ്രൈ ചെയ്യാനായിട്ട് വേറെ തന്നെ കുറച്ചുകൂടി ഒരു തിക്ക് ആയിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റില്ല. ടവൽസ് ഒക്കെ അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ടവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ സർവീസ് ഉണ്ട് ഇവിടെ? മെയിനായിട്ട് നമ്മൾ ഫുൾ ബോഡി വാഷ്, ഇന്റീരിയർ ക്ലീനിങ്, ഈ രണ്ട് നമ്മൾ കാർ വാഷ് ചെയ്യുമ്പോൾ കാർ വാഷ് മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇൻ ടൈം നമുക്ക് സ്പേസ് അതിനനുസരിച്ച് അറേഞ്ച് ആയിട്ട് വേണം ഡീറ്റെയിലിംഗ് കൂടി ചെയ്യണം എന്നുണ്ട്. ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് ചെയ്യുന്നത് മെയിനായിട്ട് ക്ലീനിങ് എന്നുള്ളൊരു ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. പേര് വാഷ് ഹൗസ് ഉള്ളത്. ഇതാണ് ഷുമാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നല്ല ഹൈ ക്വാളിറ്റി ഒരു ഭയങ്കര ഫേമസ് ബ്രാൻഡാണ്. ഇപ്പോൾ കാർ വാഷിംഗ് സ്പേസിൽ ടോപ്പ് ലെയർ ആണ് ഷുമാക്ക്. അപ്പൊ അവരുടെ തന്നെ മെഷീനാണത്. ഇത് നമ്മളൊരു 3 വട്ടം ഇതേപോലെ ചെയ്യുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം നമ്മളുടെ ക്ലീൻ ആവും. അണ്ടർ ചാസി കംപ്ലീറ്റ് ക്ലീൻ ആവും. ഇതേപോലത്തെ ഈ സൈഡ് കൂടി ഇങ്ങനെ വെള്ളം അടിക്കണ അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ തന്നെ ഒരു അടുത്തൊരു ഇതാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതവിടെ കൊടന്നൊരു ഫിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഫുൾ വാഷായി. ഇതില് സെറാമിക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മള് പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ എല്ലാ കാർ വാഷുകളിലും ഡീസൽ ഇടുക അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സെറാമിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കസ്റ്റമറോട് ചോദിക്കും ഫസ്റ്റ് ഇതേപോലെ സെറാമിക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീസലും കാര്യങ്ങളൊന്നും സെറാമിക്കും ഒരുമിച്ച് പോവില്ല.
അപ്പൊ നമ്മള് ഡീസൽ എന്തിനാ ഉപയോഗിക്കണം? ഡീസൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു ഏജ് കഴിഞ്ഞ വണ്ടികളുണ്ടാവും, അതായത് അതിന്റെ പെയിന്റ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആയ വണ്ടികളുണ്ടാവും. അതേപോലെ അപ്പൊ അവർക്ക് ചിലപ്പോൾ വാക്സ് ചെയ്യാനായിട്ട് ക്യാഷ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു നാട്ടുമ്പുറത്തെ ഒരു ഇതാ തോന്നുന്നത്. നമ്മൾ ഡീസൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ആവുന്നുണ്ട്. നമ്മൾ ട്രൈ ചെയ്തിട്ട് പഴയ വണ്ടികളിൽ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഷൈനിങ് ഉണ്ടാവും. അതാന്ന് വെച്ചാല് ആ ഷാമ്പൂവിന്റെ ഒരു ഇമ്പാക്റ്റും പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഓയിലി ഇമ്പാക്റ്റും കിട്ടുമ്പോൾ ഒരു ഷൈനിങ് ഉണ്ടാവും. നമ്മളിപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞാൽ നമ്മൾ ബേസിക് വാക്സിങ് ചെയ്യും. ഒരു 3M ഒരു വാക്സ് ഉണ്ട്, നമ്മളത് ഉപയോഗിച്ചിട്ട് ബേസിക് വാക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഷൈനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പഴയ നാട്ടുമ്പുറത്തെ രീതി തോന്നി ഡീസൽ ഇടുന്ന. ഈ ഡീസൽ കഴുകുമ്പോൾ അതിന്റെ സ്മെല്ല് വരുവേ? അത് നല്ല ശ്രദ്ധിക്കണം. ഷാമ്പൂ ഡീസൽ ആദ്യമായിട്ടാണ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷാമ്പൂ ചെയ്യുക. അപ്പോ അങ്ങനെ സ്മെല്ലൊന്നും വരില്ല. സാധനം പറയാം, നമ്മൾ ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊന്നും ഡീസൽ ഇടില്ല. നമ്മൾ ആ പഴയ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കും ഡീസൽ ഇടുമെന്ന്, കസ്റ്റമേഴ്സ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതേ പറയാം, നമ്മൾ എല്ലാ ടൈപ്പ് വണ്ടികളും കാറ്റർ ചെയ്യുന്നതല്ലേ. നമ്മൾ പ്രീമിയം കാർസ് മുതൽക്ക് അങ്ങോട്ട് നമ്മൾ ടാക്സി വരെയുള്ള എല്ലാ ടൈപ്പും പ്രീമിയം കാറ്റർ ചെയ്യാം. അപ്പൊ കസ്റ്റമറുടെ റിക്വയർമെന്റ് ഡീസൽ ആണെങ്കിൽ നമ്മൾ ഡീസൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. കിണറിലെ വെള്ളം കഴുകുന്നു? അതെ അതെ, അതെന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ കിണറാണ്. അപ്പൊ നമുക്ക് വാട്ടറിന്റെ ഇഷ്യൂ ഇല്ല ഇവിടെ. അതല്ല, കാരണം കോഴക്കിണറുത്ത വെള്ളം കൊണ്ട് കഴുകുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ? അതായത് ഇപ്പൊ പല വണ്ടികളും ഇപ്പൊ ആ നിൽക്കുന്ന വണ്ടിയിലൊക്കെ ഉണ്ടാവും. അതായത് ഒരു വെള്ള കളറിൽ നമുക്ക് ഇങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ കാണാൻ കഴിയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് നമ്മള് കൊൽക്കിണറത്തെ വെള്ളം കഴുകിയിട്ട് അത് അവിടെ നിന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ വെള്ളത്തിലുള്ള സാൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഗ്ലാസ്സിൽ നമ്മളൊക്കെ ഒരു വൈറ്റ് സ്പോട്ടായിട്ട് അതങ്ങോട്ട് പറ്റി പിടിക്കും. പിന്നെ അത് കളയാൻ നല്ല പാടാണ്. അത് അപ്പം തന്നെ അങ്ങോട്ട് കളയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അതൊരു ആഴ്ച 2 ആഴ്ചയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മളത് ഫുൾ പോളിഷ് ചെയ്താൽ കൂടിയും ഫുൾ ആ മാർക്സ് പോവില്ല. അത് ഒന്നതാണ്. പിന്നെ ഏറ്റവും വരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മെയിൻ പ്രോബ്ലം ഈ കാക്കയുടെ കാട്ടം. അപ്പോൾ അത് ഒരു പറഞ്ഞ പോലെ വണ്ടികളിലായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ആസിഡ് ഒഴിച്ച പോലെ ഒരു ലൈനായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ രണ്ടുമാണ് ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു കറയായിട്ട് വണ്ടികൾ കാണുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കിണറിലെ വെള്ളം ഉപയോഗിക്കണതിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ കാരണം ഇനി നമ്മളുടെ ഒരു അശ്രദ്ധ മൂലം നമ്മളെപ്പോൾ വെള്ളമാക്കിയാലും അപ്പോൾ തന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കും. സ്റ്റിൽ ഇനിയിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാരണവശാലും നിന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളാലൊരു പ്രശ്നം വരുന്നിട്ട് നമ്മൾ കിണറ്റിലെ വെള്ളം തന്നെയാണ് ഉപയോഗിച്ച് കഴുകുന്നത്. കോഴൽ കിണറും പിന്നെ ഈ പുഴവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ലൈൻ പൈപ്പ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുക. അതൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുക. അത് നല്ലതല്ലോ. ഏത് പുഴയിലെ വെള്ളം കൊണ്ട് കഴുകണ? അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആലോചിക്കണത്രേ ഉള്ളൂ. ഇതൊരു മെറ്റീരിയലാണ്. പെയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബൺ മെറ്റീരിയലാണ്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ വെള്ളം ഇടുമ്പോൾ അതിൽ സോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ അത്രയുള്ള അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് വണ്ടി നല്ല എന്ത് പെയിന്റഡ് ആയിട്ടുള്ള എന്ത് സാധനം കഴുകുമ്പോഴും ആ കെമിക്കൽസ് ഉള്ള വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ ഇപ്പൊ കുഴൽക്കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം ഈ പറഞ്ഞ പോലെ കാൽഷ്യംസും സോൾട്ടുകളും കൂടുതൽ ഉണ്ടാവുകൊണ്ടാണ്, അത് ഹാർഡ് വാട്ടർ ആയതുകൊണ്ടാണ് ആ മാർക്കുകൾ വരുന്നത്. അതേപോലെ തന്നെ പുഴയിൽ ഭയങ്കര ഡർട്ടി ആയിട്ടുള്ള വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മണലിന്റെ തരികൾ ചെറുതായിട്ട് പുഴ വെള്ളത്തിലുണ്ടാവും. അപ്പൊ മണലിന്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിൽക്കും. നമ്മൾ ആ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഇതിങ്ങനെ വരും. ഇതിപ്പോ നമ്മുടെ വീഡിയോ കാണുന്നവരല്ലേ ചിലരടുത്ത് ഇപ്പൊ ഇതേപോലത്തെ മെഷീനുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ സാധാ പ്രോപ്പറായിട്ട് നമ്മൾ ഈ പൈപ്പ് ഇട്ട് കഴുകൂലേ, അതിന്റെ ഒരു കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് എങ്ങനെ വരിക? അതായത് പൈപ്പ് ഇട്ട് കഴുകണവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോബ്ലം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു പ്രഷറിന്റെ ഇമ്പാക്ട് ഉണ്ടാവില്ല. വെള്ളത്തിന്റെ ഒരു പ്രഷർ ഇമ്പാക്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇത് കുറവായിരിക്കും നമ്മൾ ഇതിൽ കഴിക്കുമ്പോൾ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ അടിയിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ഈവൻ നോർമൽ പൈപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം. ആ അടിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ ബോട്ടത്തിലുള്ള മഡും കാര്യങ്ങളൊക്കെ ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം. കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ആദ്യം മുകളിൽ നിന്നാണ് തുടങ്ങും, എന്നിട്ട് താഴെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതേ തന്നെ വീണ്ടും. അപ്പം എന്താ വെച്ചാൽ ഈ മഡ് തുണിയിലായി കഴിഞ്ഞാൽ ആ സ്ക്രാച്ചസ് വരും പെയിന്റിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതാണ്. വീട്ടിൽ ഇപ്പൊ ഞാനും പണ്ട് വീട്ടിൽ കഴുകിയിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ചാൽ നമ്മള് താഴ്ഭാഗം ക്ലീൻ ആക്കുന്ന ഷാംപൂ, ബക്കറ്റ്, അതേപോലെ തുണികള് അത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും പെയിന്റിന്റെ ഭാഗത്തേക്ക് വരരുത്. അതാണ് മെയിൻ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ നോർമൽ ടാപ്പിലും നമുക്ക് പ്രഷർ കൂട്ടാവുന്ന ചെറിയ ചെറിയ കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിഷർലാൻഡിന്റെ ടൈപ്പ് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രഷർ ഇമ്പാക്ട് ഉണ്ടാവും. കാരണം പ്രഷർ ഇമ്പാക്ട് എന്താ വെച്ചാൽ ഡർട്ട് കളയാൻ നമ്മൾ ബ്രഷ് കൊണ്ട് ഇരുന്ന് എത്ര പണിയെടുത്താലും ക്ലീൻ ആവാത്തത് ചെറിയ പ്രഷർ കൊണ്ട് ക്ലീൻ ആവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ മെയിനായിട്ട് തന്നെ ആദ്യം ഡർട്ട് മാക്സിമം കളയുക, വാക്വം ചെയ്യുക.
വാക്വം ചെയ്യാതെ നമ്മൾ ഫുൾ ബോഡി കഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഫസ്റ്റ് നമ്മൾ കാറിന്റെ ഉള്ളിൽ തുടങ്ങി ഉള്ളിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് മാക്സിമം ഉള്ളിലത്തെ അടിഭാഗത്തുള്ള, കാരണം ഒരു വണ്ടി ഓടുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ണ് വരുന്നത് നമ്മുടെ ബേസിലാണ്. താഴെയും വരും മുകളിലും വരും. അപ്പൊ ആ ഇരിക്കുന്നതിന്റെ അതുപോലെ ആദ്യം വാക്വം ചെയ്യുക, ഡെർട്ട് അടിഭാഗം ക്ലീൻ ആക്കിയതിന് ശേഷം ആ ബോൾ ഭാഗം ഉണ്ടല്ലോ, പെയിന്റിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ പെയിന്റിന്റെ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈവൻ ആ അടിയത്തെ കംപ്ലീറ്റ് കളഞ്ഞ് ബക്കറ്റ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പെയിന്റിലേക്ക് മുകളിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ പെയിന്റ് ചെയ്ത് അതേ സംഭവം കൊണ്ട് ട്രൈ ചെയ്യുന്നത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഗ്ലാസസ് കഴുകാൻ നോക്കാം. അതായത് പ്രത്യേകിച്ച് വിൻഷീൽഡ്, മിറേഴ്സ്, അതൊന്നും ഈ പറഞ്ഞ പോലെ, കാരണം ഇതൊക്കെ ഇപ്പോൾ ഒരു നമ്മളുടെ ആ കഴുകുന്ന ആ തുണിയിൽ ചെറിയൊരു കല്ലോ അല്ലെങ്കിൽ ചെറിയ ഈ ഡസ്റ്റിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉരച്ചു കഴിഞ്ഞാല് അപ്പൊ വിൻഷീൽഡൊക്കെ കൂടുതൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാല് നമ്മൾ ഈ രാത്രി യാത്രയൊക്കെ ചെയ്യുമ്പോൾ വിൻഷീൽഡിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കൂടി നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും വരുമ്പോ. പിന്നെ അതേപോലെ ബോഡി കഴുകിയ ആ മഡും അതേപോലെ ഈ ചെറിയ ഒരു ഓയിലി ഇതുണ്ടല്ലോ, ആ ഗ്രീസി ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളും തുണിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഷാമ്പൂല് മുക്കിയിട്ടാണെങ്കിൽ കൂടി നമ്മൾ വിൻഷീൽഡും കാര്യങ്ങളും കഴുകി കഴിഞ്ഞാൽ നമ്മൾ എത്ര തുടച്ചാലും ആ ഒരു ഓയിലി ഇത് പോവില്ല. അപ്പൊ നമുക്ക് രാത്രി ഓടിക്കുമ്പോൾ പിന്നെയും നമുക്ക് അതൊരു ഇടങ്ങറായിട്ട് തോന്നും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ ബോഡി കഴുകുന്ന ആ ഒരു തുണിയും വിൻഷീൽഡ് അല്ലെങ്കിൽ ഗ്ലാസസ് കഴുകുന്ന തുണിയും സെപ്പറേറ്റ് ആക്കിയിട്ട് രണ്ട് ഇതാക്കി വെക്കുക. പിന്നെ ഏറ്റവും കൂടുതലാണ് വീട്ടിൽ കഴുകുമ്പോൾ ഒരു 3-4 തുണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോഴും ആളുകൾ ഒരു തുണി കൊണ്ടാകും ഫുൾ വണ്ടി കഴുകുക, അതൊക്കെ ഇരട്ടിപ്പണിയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ ഒരു മാക്സിമം ഒരു 12-13 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആളുകൾ വണ്ടി മേടിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫ് പോലും അതാണ്. പിന്നെ നമ്മുടെ ഒരു പരിധി വരെ ഇമേജ്, അതൊക്കെ ആലോചിക്കണം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടി കെയർ ചെയ്യാന്നുള്ളത് ഒരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് നിർത്താനേ ഭാഗമുള്ളൂ. ഈ ബോണറ്റിന്റെ എഞ്ചിന്റെ ഭാഗമല്ലേ, എഞ്ചിൻ റൂമിന്റെ ഭാഗം, അവിടെ വാഷ് ചെയ്യുമ്പോ എന്തെങ്കിലും പ്രശ്നം വരുമോ? അതായത് എഗൈൻ എഞ്ചിൻ റൂമിന്റെ ഭാഗമൊക്കെ എന്ന് വെച്ചാല് നമ്മള് വൺസ് ഇൻ ഒരു 2 months ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എപ്പോഴും ഇതിന്റെ പ്രൊബബിലിറ്റി കൂടുതലാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ഈവൻ അതിന്റെ ഇലക്ട്രിക്കൽസ് ഉണ്ട്, അപ്പൊ ഒരു എർത്തിങ് ഇഷ്യൂസ് വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അധികം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മാസം ഒരിക്കലൊന്നും എഞ്ചിൻ റൂം കഴുകരുത്. ഒരു 2-3 months ഈ പറഞ്ഞ പോലെ, അതും അറിയാവുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ തോന്നിയ പോലെ വെള്ളം എഞ്ചിൻ റൂം ഒത്തടിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ മെയിൻ പ്രശ്നം എർത്തും ഷോർട്ടിങ് അങ്ങനെയുള്ള ഇഷ്യൂസ്, ബാറ്ററിക്കും മോശമാണ്. അപ്പൊ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതേപോലെ കാർ വാഷേഴ്സ് വന്നിട്ടാണ് എഞ്ചിൻ റൂം കഴുകാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ കഴുകുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആ വാട്ടറിന്റെ പ്രഷർ കൊണ്ട് ഇൻ സ്മോൾ ടൈം നമ്മളത് ക്ലീൻ ആക്കും. കാരണം നമ്മുടെ മെഷീൻസിലൊക്കെ പ്രഷർ ഉണ്ടെങ്കിലും അധികം വെള്ളം വരില്ല. അപ്പോൾ ഈ ടാപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വോളിയം കൂടുതലാവും, പ്രഷർ കൂടുതലാണ്. ഇവിടെ നമുക്ക് വോളിയം കുറവും പ്രഷർ കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അടിക്കണോടുകൂടി കുറച്ച് വെള്ളമാണ് നമ്മൾ ഇതിന്റെ എഞ്ചിൻ റൂമിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ ഡർട്ടും മഡൊക്കെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് അവരെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കണം. നമ്മളല്ലാണ്ട് പേമല്ലേ ഭയങ്കര ഡിസ്കസ്റ്റഡ് ആയിട്ട് വെള്ളം എഞ്ചിൻ റൂം നല്ല ഇലക്ട്രിക്കൽസോ എല്ലാ ഭാഗത്താണല്ലോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ എഞ്ചിൻ റൂം ക്ലീനിങ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പറഞ്ഞ പോലുള്ള ഈ ടയർ, റിംസ്, അലോയ്സ്, അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രഷസും അതിനായിട്ട് കണ്ടില്ല ആ ഒരു മെറ്റീരിയൽ, ആ തുണി തന്നെ ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയലാണ്. അതൊരു ഒരു ടൈപ്പ് നൈലോണാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ തുണികൾ നമ്മൾ ഈ ടയർ കഴുകാൻ നമ്മൾ ഉപയോഗിക്കില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈലോൺ, ഈ പണ്ടത്തെ സാരികളുണ്ട്, അങ്ങനത്തെ നൈലോൺ സാരികളുണ്ട്, അതൊക്കെയാണ് ശരിക്കും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ടയർ. കാരണം ഇത് ഭയങ്കര ഒരു പ്രത്യേക നൈലോൺ നമ്മൾ പിടിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് വേണം ഈ അലോയ്സ് കഴുകാൻ. കാരണം ദർട്ടും ഉണ്ട്, ഈ ദർട്ടായിട്ട് നമ്മൾ വല്ലാണ്ട് ഉരച്ചു കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവുകയും ചെയ്യും. അപ്പൊ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ അലോയ് ക്ലീൻ. വീട്ടില് പാത്രം യൂസ് ചെയ്യുന്ന ക്ലോത്ത് അല്ലേ? അതല്ല, അതായത് ഇത് വെച്ചാൽ പണ്ടത്തെ നൈലോൺ സാരി എന്ന് പറയും. ഒരു കാലത്ത് ഈ റിലയൻസുകാരൊക്കെ ഇറക്കിയ ഒരു സാരിയാണ് അത്, നൈലോൺ സാരി അറിയും. അവിടെ നമുക്ക് പിടിച്ചോക്കാം, തീരെ കനണ്ടാവില്ല, എന്നാ ഭയങ്കര സ്ട്രോങ് ആവും ചെയ്യും. പോളിയസ്റ്റർ സാരി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടൈപ്പ് സാരിയാണ്. അതൊരു മെറ്റീരിയൽ ആണ്, ഒരു ടൈപ്പ് ക്ലോത്ത് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ റിംസ് കഴുകുക. കാരണം അതിൽ മണ്ണ് നിൽക്കില്ല, ഭയങ്കര നല്ല തുണിയാണത്. ചിലര് വണ്ടി ബാക്ക് ഭാഗം കഴുകുമ്പോഴേ ഈ സൈലൻസറിന്റെ ഈ ഹോളിക്ക് വെള്ളം കയറും, അതിനെന്തേലും? അതായത് സൈലൻസർ പറഞ്ഞാൽ അതിന് ഓൾറെഡി ഒരു ബഫർ ഉണ്ട്, മനസ്സിലായില്ല? അങ്ങനെ ജസ്റ്റ് വെള്ളം അയച്ചിട്ടൊന്നും അതിന്റെ ഉള്ളിൽ പ്രശ്നമൊന്നും വരില്ല. നമ്മള് പണ്ടൊക്കെ ഒരു കസ്റ്റമർ ഇതേപോലെ വന്നിട്ട് പറഞ്ഞു, മകൻ വന്നിട്ട് കഴുകുമ്പോ മൂപ്പരായിട്ട് പിടിച്ചത്രേ. കാരണം ഒന്ന് ക്ലീൻ ആക്കിയപ്പോ നല്ല മഡ് കറുപ്പും വരുന്നുണ്ട്. അപ്പൊ അവന് ആത്മാർത്ഥത കൂടിയിട്ട് അവൻ നല്ലോണം പിടിച്ചു കൊടുത്തിട്ട് ആ വെള്ളം മുഴുവനായിട്ട് കയറി, അപ്പൊ പണിയാവും. അല്ലാണ്ട് നമ്മൾ കഴുകുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വെള്ളമായിട്ടൊന്നും വരില്ല. നമ്മൾ അല്ലാണ്ട് അടിച്ച് കൊടുത്ത് ഫുള്ള് മഡ് സൈലൻസറിന്റെ ആകുമ്പോൾ മൊത്തം ക്ലീൻ ആക്കാൻ നിൽക്കരുത് മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബഫിങ്ങിൽ പോകും.
അപ്പൊ അതും അതെ, നമ്മൾ പെയിന്റിന്റെ ഡെപ്ത് ഒക്കെ നോക്കി പുതിയ വണ്ടികൾക്കൊന്നും കുഴപ്പമില്ല. പഴയ വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വെച്ചോണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വൈറ്റ് ആയിട്ട് നമ്മൾ അതായത് പെയിന്റിന്റെ മുകളിൽ ചെറിയ ചെറിയ വൈറ്റ് ലൈൻസ് കാണും. കുട്ടികളൊക്കെ എന്തെങ്കിലും വരച്ചാലൊക്കെ വരുന്ന ചെറിയ ചെറിയ അതൊക്കെ ഒന്ന് ബഫ് ചെയ്താൽ പോകും. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്കുണ്ട്. മെറ്റീരിയൽ എന്തെങ്കിലും അതായത് നമ്മൾ എന്താ വെച്ചാല് ബഫിംഗ് എന്ന് വെച്ചാല് നമ്മളത്ര ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമല്ല. മനസ്സിലായി? ഇപ്പൊ ഇത് ഒരു മെറ്റീരിയൽ അത് തിരിയും. ഇതിനൊക്കെ നമുക്ക് ഈ വാക്സ് പോൾ എന്ന് പറയും. ഈ വാക്സ് പോൾ എന്ന് പറഞ്ഞിട്ട് റബ്ബിംഗ് കോമ്പൗണ്ടാണ്. നമ്മളിതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ അതുകൊണ്ട് പോകും. അത് നമ്മൾ റീപെയിന്റ് ഒന്നും വേണ്ട. ചെറിയ ചെറിയ ലൈനുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഒരു വൈറ്റിന്റെ കല്ലുവരകൾ, ചെറിയ ചെറിയ ലൈനുകൾ, അതൊക്കെ അതിൽ പോകും. പക്ഷെ വല്ലാണ്ട് ഡീപ്പായിട്ട് പെയിന്റിലേക്ക് കട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ മേലെ കാണിച്ചു തരാം. ഒന്ന് ശ്രദ്ധിച്ചു വരാം കേട്ടോ. എന്താ വെച്ചാൽ മഴ പെയ്തിട്ടേ വെളുക്കൂലേ, ചെറിയ വഴുക്കലുണ്ടാവും. ചെരുപ്പിട്ടാ കയറിയോ, കുഴപ്പമില്ല. ഇത് നമ്മളെന്താ വെച്ചാലേ രാവിലെ തന്നെ ഒന്ന് AC ഇടും. ആക്ച്വലി ഇന്ന് എന്താ വെച്ചാൽ പയ്യന്മാര് മറന്നുകൊണ്ട് ഞാനൊന്ന് കുറച്ച് ഡിലേ 10 മണിക്ക് വന്നിട്ട് നമ്മള് ഇവിടെ AC ഇട്ടിട്ട് കോൾഡാക്കിയിട്ട് തണുപ്പിച്ച് വെക്കും. പക്ഷേ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലേഡീസ് ഒക്കെ വരും. അതായത് ഇപ്പൊ നമ്മൾ നോർമൽ കാർ വാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലേഡീസ് ഒന്നും അങ്ങനെ കംഫർട്ടബിൾ ആയി വന്ന് ഇവിടെ നമ്മളെ ഏരിയയിൽ കേട്ടോ, ചില വാഷസിൽ കുഴപ്പമില്ല, എന്നാലും ലേഡീസ് വന്ന് വെയിറ്റ് ചെയ്തിട്ട് കാറ് കഴുകി കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ അതൊരു ചലഞ്ചാണ്. അധികം ആളുകൾ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഒരുപാട് ലേഡി കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവര് വരും, കാറോടെ കൊടുക്കും, അവരോട് കംഫർട്ടബിൾ ആയിട്ട് ACയും വൈഫൈയും ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് അവരോട് വെയിറ്റ് ചെയ്തിട്ട് കഴുകി കഴിഞ്ഞിട്ട് പോകും. അപ്പൊ അവർക്ക് കുറച്ചുകൂടി അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ആ കസ്റ്റമർ. പിന്നെ ഈ പറഞ്ഞ വരുന്ന ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഒരു വൈഫൈ നമുക്ക് നോക്കി കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് അവർ അപ്പോഴേക്കും വണ്ടി കഴുകി കൊടുക്കും. അപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് നോക്കിയിട്ട് ചെയ്തതാണ് ഈ ലോഞ്ച്. നമ്മളിവിടെ വേറെ ഒരു പരിപാടിയില്ല, കസ്റ്റമേഴ്സിന് വെയിറ്റിംഗ് ലോഞ്ച്, പിന്നെ അപ്പുറത്ത് ചെറിയൊരു ഓഫീസും. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു വാഷിങ്ങിന്റെ ഇത് കഴിഞ്ഞിട്ട് അടിഭാഗത്തെ ഡർട്ട് മൊത്തം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ പെയിന്റിന്റെ സെക്ഷനിലേക്ക് പോകണം. പെയിന്റ് സെക്ഷനും പിന്നെ ഗ്ലാസിന്റെ സെക്ഷനും ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഭാഗത്താട്ടത് ഇവിടെയാണ്. ഇവിടെ ഫോം വാഷ് ചെയ്യാൻ ഈ ഒരു ഭാഗത്താത്ര. അപ്പൊ അതിന് കൊണ്ടുപോയിടുക. ഇതിപ്പോ സാധാ ഇതിട്ട് ഇങ്ങനെ പതയൂലല്ലേ? ഇല്ല, നോർമൽ ഡിറ്റർജന്റ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധാ ഷാമ്പു, കാപ്പ് ഷാമ്പു ഇട്ടാൽ ഇതിനെ പതയൂല. ഇത് ഇതിനായിട്ടുള്ള ഒരു ഫോം ഷാമ്പു എന്ന് പറയും. ഈ മെഷീന് നല്ല ഏതാ ബ്രാൻഡ് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? മെഷീൻ ആക്ച്വലി നമ്മള് ഞാനിപ്പോ പറഞ്ഞില്ല, നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ ബോഷും അങ്ങനെയുള്ള ജർമ്മൻ ബ്രാൻഡുകളാണ് നമുക്ക് ഏറ്റവും നല്ലത്. ചിലപ്പോ മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ ഫീഡ്ബാക്ക് കേട്ട ബേസിസിൽ നമുക്ക് ഐബെൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഫോട്ടോ എടുത്താ ഭയ്യാ ഏക് മിനിറ്റ് उसका एक फोटो लेना है. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഫുൾ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ആട്ടത്. ഇതിൻ്റെ അടിയിൽ ഫുൾ മഡ് കാര്യങ്ങളൊക്കെ ഫുൾ പക്കായിട്ട് ഇപ്പം നമ്മൾ ക്യാമറയിൽ ഇത് നോക്കുമ്പോൾ തന്നെ ആകെ ബ്ലാക്ക് ആയിട്ടല്ലേ കാണുന്നത്. പക്ക ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ, ഫുൾ ക്ലീൻ. അപ്പം ശരിക്കും ഗിരിയേട്ടൻ എന്തൊട്ട സെറ്റപ്പ് അതായിക്കോണം. ജസ്റ്റ് ഉള്ളും കൂടി കാണിച്ചു തരാം. ഫുൾ ക്ലീൻ ആട്ടോ, ഇവിടത്തെ ഫുൾ ക്ലീൻ ആക്കി തന്നത്. നമ്മളെ വണ്ടി ക്ലീൻ ആക്കി തന്ന ബായ് ആട്ടോ. ബായ് അപ്പൊ തന്നെ മുന്ന സമീകരണത്ര കേട്ടോ. നല്ല ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ് അത്ര. നമ്മുടെ നാട്ടിലും ഉണ്ടാവും ഇതേപോലെ, അവിടെ ഉണ്ട്. കാരണം ഇതേപോലെ കുറെ പാഷനൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഫുഡിനൊക്കെ വേണ്ടിയിട്ട് ഇതേമാതിരി ഓരോ പണിക്കിറങ്ങനാണ്. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇങ്ങനത്തെ കുറെ ആൾക്കാർ. എന്താ പറയാ,
ഇപ്പൊ നമ്മളെ സഞ്ജു സാംസനൊക്കെ നിങ്ങൾ അറിയുണ്ടാവും, ക്രിക്കറ്റ് കളിക്കാരനാണ്. ഫുള്ള് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ടീമിലേക്ക് തന്നെ വന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ അവരുടെ പാഷൻ അങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഫാമിലിയുടെ പ്രശ്നങ്ങൾ കാരണമൊക്കെ വേറെ ജോലിക്ക് വേണ്ടിയിട്ട് അവരാണ് പോവാണ്. ചിലവര് റെഡിയാവും, ചിലവര് റെഡിയാവില്ല. മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മളെ വണ്ടി പക്കായിട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കാർ വാഷ് കാര്യങ്ങളൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ടോ. വണ്ടിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പട്ടാമ്പി, പെരിന്തൽമണ്ണ അങ്ങനെ ഇപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊപ്പത്താണ്. അപ്പോൾ ഈ കൊപ്പത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിക്കുള്ള ദൂരത്തിലൊക്കെ ഉള്ളവർ വേണമെന്നുണ്ടെങ്കിൽ, വേണമെന്നല്ല പക്ക വർക്കാണ്. ഇവരുടെ കാറ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ് നല്ല കാറ്, ബൈക്ക്, പ്രീമിയം കാസ് എല്ലാതും ഇവിടെ വാഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതേപോലെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ഭാഗത്തുമാണെന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് കാണിക്കാം. നിങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി ബുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ട വരാൻ. അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ കാർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കാർ വാഷും കിട്ടി. നിങ്ങൾക്ക് കാർ വാഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇപ്പൊ അയാൾ പറഞ്ഞു തന്നില്ലേ. അയാൾ നല്ല പക്ക സപ്പോർട്ട് ചെയ്യണം, എല്ലാം പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിരുന്നു വിചാരിച്ചില്ല, അത്രക്കും അയാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കും കുറെ ഇൻഫർമേഷൻസ് ആയിക്കൂടെ കിട്ടി, നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ കുറെ. അപ്പോ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈക്ക അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ എപ്പിസോഡായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ ഇനി ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.